ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ഗ്ലോ എഡിറ്റ് ബൈ ആര്യ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സാലോൺ പോലെ സ്മൂത്തും ഹെൽത്തിയുമായി തോന്നുന്ന ഒരു സൂപ്പർ റിലാക്സിംഗ് ഓയിൽ ഹെയർ സ്പാ റുട്ടീനാണ് അറ്റ് ഹോം. ഇത് നമ്മളുടെ ഹെയർ സ്ട്രോങ് ആക്കാനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഡീടാംഗ്ലിംഗ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു വുഡൻ കോംബാണ്. ഓയിലിംഗ് അല്ലെങ്കിൽ ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പായി ഹെയർ നന്നായി ഡീടാംഗിൾ ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഹെയർ ടാങ്കിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹെയർ ബ്രേക്കേജ് ആകാൻ ചാൻസ് ഉണ്ട്. പ്ലസ് ഓയിൽ നന്നായി സ്പ്രെഡ് ആകില്ല. വുഡൻ കോംബ് യൂസ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കുറയുകയും ഹെയർ ഫോളിനെയും ഡാൻഡ്രഫിനെയും ഇത് റെഡ്യൂസ് ആക്കും. ഓൾസോ ഹെയർ ഗ്രോത്തിനെയും പ്രൊമോട്ട് ചെയ്യും. ഇത് സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും. ഹെയർ നല്ല ഹെൽത്തി ആയി വളരാനും ഹെൽപ്ഫുൾ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഹെയർ ഓയിലിംഗ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നീലി ഭൃംഗാദി ഹെയർ ഓയിൽ ആണ്. ഇത് ട്രഡീഷണൽ ആയുർവേദിക് ഹെയർ ഓയിൽ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അറൌണ്ട് 1 മന്ത് ആകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതൊരു ഹെയർ ഓയിൽ ആണെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. ഇത് നമ്മളുടെ സ്കാൽപ്പ് നല്ല നറിഷ്ഡ് ആയിട്ട് വെക്കും, ഡാൻഡ്രഫ് കുറയ്ക്കും, ഹെയർ ഫോളും കൺട്രോൾ ചെയ്യും. ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫിംഗർ ടിപ്സ് കൊണ്ട് നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. ഇത് നമ്മളുടെ സ്കാൽപ്പ് നല്ല റിലാക്സ് ആക്കാനും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവും ചെയ്യും. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്കാൽപ്പ് മസാജർ ആണ്. ഇത് സ്കാൽപ്പിൽ ജെന്റിൽ പ്രഷർ കൊടുക്കും, ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യും, ഓയിൽ ഡീപ്പായി അബ്സോർബ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. വീക്ക്ലി നമ്മളൊരു 2 ടൈംസ് സ്കാൽപ്പ് ഇതുപോലെ നന്നായി മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഹെയർ റൂട്ട്സ് നന്നായിട്ട് സ്ട്രെങ്തൻ ആകും. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റീമിംഗ് ആണ്. അതിന് മുമ്പായിട്ട് ഞാനൊരു ഷവർ ക്യാപ്പ് വെച്ച് ഹെയർ നന്നായിട്ടൊന്ന് കവർ ചെയ്യാണ്. ഈ സ്പാ ക്യാപ്പ് പ്ലഗ് ഇൻ ടൈപ്പ് ആണ്. വയർ കണക്ട് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഒരു സേഫ്റ്റി ഫിലമെന്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പ്ലഗ് ഇൻ ചെയ്ത് നമ്മളുടെ കംഫർട്ട് ടെമ്പറേച്ചറിന് അനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ്സ് വെച്ചിട്ട് ഇത് റിമൂവ് ചെയ്യുക. ഇത് നമ്മളുടെ ഹെയർ ക്യൂട്ടിക്കിൾസിനെ ഓപ്പൺ ചെയ്യും. സോ ഓയിൽ നന്നായിട്ട് അബ്സോർബ് ആവാനും ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഹെയർ നല്ല സ്മൂത്ത്, ഷൈനി ആൻഡ് ഫ്രിസ് ഫ്രീ ആകുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പാ ക്യാപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ടവൽ ഹോട്ട് വാട്ടറിൽ നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് ഹെയറിൽ നന്നായിട്ട് റോൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്കും സെയിം റിസൾട്ട് തന്നെ കിട്ടും. അത് കഴിഞ്ഞ് ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കുക. ഹെയർ വാഷ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ മൈക്രോ ഫൈബർ ടവൽ യൂസ് ചെയ്യുക. ഇത് നമ്മളുടെ ഹെയർ ബ്രേക്കേജിനെ റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ഹെയർ സിറം ആണ് യൂസ് ചെയ്യുന്നത് ഫ്രം ബയോലാജ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളുടെ ഹെയറിൻ്റെ ഫ്രിസിനെ കൺട്രോൾ ചെയ്യും. ഹെയർ നല്ല സ്മൂത്ത് ആയി സ്റ്റേ ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. ഇത് ഡാം ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയി സ്റ്റേ ചെയ്യും. Next step is completely optional. This is a heat protectant spray from Bee Blend. നിങ്ങൾ ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് അല്ലെങ്കിൽ ഡ്രയർ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യുക. ഇത് നമ്മളുടെ ഹെയറിനെ ഹീറ്റ് ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. നന്നായിട്ട് ഫുൾ ഹെയർ കവർ ചെയ്ത് നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാൻ യൂഷ്വലി ഹെയർ ഡ്രയർ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇതൊരു സാലോൺ ലൈക്ക് സ്പാ ലുക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഡ്രയർ യൂസ് ചെയ്യുന്നത്. ആൻഡ് 50% മാത്രമേ ഞാൻ ഇവിടെ ഡ്രൈ ചെയ്യുന്നുള്ളൂ. ഹെയർ കംപ്ലീറ്റ് ആയി നിങ്ങൾ ഡ്രൈ ചെയ്യരുത്. നാച്ചുറൽ എയർ ഡ്രൈ ചെയ്യുന്ന പോലെ തന്നെ ലീവ് ചെയ്യുക. ആൻഡ് ഓൾസോ ഹീറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ടെമ്പറേച്ചർ നല്ല ലോ ആക്കി വെക്കുക. പിന്നെ ഞാനൊരു ചെറിയ എമൗണ്ടിൽ ഹെയർ സിറം എടുത്ത് ഹെയർ എൻഡ്സിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മളുടെ സ്പ്ലിറ്റ് എൻഡ്സിനെ അവോയ്ഡ് ചെയ്യും ആൻഡ് ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. And this is the final result. It's super easy and relaxing salon like hair spa routine at home. ഈ routine നിങ്ങൾ once or twice a month ചെയ്യുക. ഹെയർ നല്ല നാച്ചുറലി സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആകും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നല്ലൊരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ, ടേക്ക് കെയർ.